ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും, നമ്മൾ വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ വെറും 3 വർഷമേ ആയുള്ളൂ സെറ്റ് എക്സാമിൻ്റെ കോച്ചിങ്ങുമായിട്ട് മുൻപോട്ട് വന്നിട്ട് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. നമ്മളുടെ ആ ചാനൽ ഹൈംസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് ഫോൺ നമ്പറൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്കൊരു രീതിയിലും അതിലേക്ക് കയറാൻ പറ്റത്തില്ലാത്ത വിധം അത് മറ്റാരുടെ ഫോൺ നമ്പറിലേക്ക് വരെ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു രീതിയിൽ നമുക്കിപ്പോൾ അതിന് ആക്സസ് കിട്ടുന്നില്ല. നിങ്ങൾക്ക് ആ ചാനൽ കാണാമെങ്കിലും ഞങ്ങൾക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ ഈ ഒരു വീക്കിൽ തന്നെ, കാരണം ഈ ഒരു വീക്കിലാണ് മീൻസ് മൺഡേ ആയിരുന്നു അത് ഇത് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് മാക്സിമം ക്ലാസ്സുകൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ കാണുന്നത്. ദെൻ ഇന്ന് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, നമുക്കൊരു 100% ഷുവർ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. നമുക്ക് ഈ വരുന്ന ഫ്രൈഡേ സാറ്റർഡേ നമുക്ക് കറണ്ട് അഫെയർ ഫുള്ള് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഴുവൻ സെക്ഷൻസ് നമ്മൾ ലൈവായിട്ട് മോർണിംഗ് 4 തൊട്ട് 6:30 വരെ 2 ദിവസങ്ങൾ എടുക്കുന്നുണ്ട്. അത് ഗൂഗിൾ മീറ്റ് വഴി ആയിരിക്കും ക്ലാസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഫ്രീ സെക്ഷൻസ് ആണ്, അതിനൊന്നും നമുക്ക് പേയ്മെന്റ് ഒന്നും ഇല്ല. ഫ്രീ സെക്ഷൻ ആണ്, ഗൂഗിൾ മീറ്റ് വഴി ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി, ഞാൻ എൻ്റെ ലിങ്ക് ഇട്ട് തരാം, നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. First one, a system of assessment where a teacher compare a student's performance to that of their peer rather than a predetermined standard is dash grading. അതായത് ഇവിടെ കുട്ടികളുടെ മാർക്ക് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അസസ്മെന്റ് നടത്തുന്നത് എങ്ങനെയാണ്, അവരുടെ പീർ ഗ്രൂപ്പിനോട് കൂടി നോക്കിയിട്ടാണ്. ഒരു പ്രീഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡിനേക്കഞ്ഞും ഉപരിയായിട്ട് ഇവിടെ എങ്ങനെയാണ് അവരുടെ പീർ ഗ്രൂപ്പിന്റെ കൂടെയുള്ള കുട്ടികളുടെ പെർഫോമൻസ് നോക്കിയിട്ടാണ് അവരുടെ ഗ്രേഡ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ തന്നിരിക്കുന്നത് റിലേറ്റീവ്, ആബ്സല്യൂട്ട്, നോൺ ബേസ്ഡ്, ക്രൈറ്റീരിയൻ ബേസ്ഡ്. ഏതാണ് നമുക്ക് നോക്കുന്നതിന് മുമ്പ് ഇത് ഓരോന്നും പോയി നോക്കിയിട്ട് വരാം. ടൈപ്സ് ഓഫ് ഗ്രേഡിംഗ്. ഗ്രേഡിംഗ് എന്ന് നമുക്കറിയാം, നമ്മൾ പഴയ മാർക്കിന് പകരം ഗ്രേഡ് അസൈൻ ചെയ്തോട് തന്നെ ഗ്രേഡിംഗ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഇനി എന്താണ് ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്? ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കേ കൊടുക്കുന്നില്ല. അവിടെ എന്താണ്, നമ്മൾ പേപ്പർ വാല്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഇട്ട് കൊടുക്കുന്ന എന്താണ് ഗ്രേഡാണ്. അപ്പോൾ നമ്മളൊരു പേപ്പർ വാല്യൂ ആണ് 4 മാർക്കിന്റെ വരുന്നൊരു ക്വസ്റ്റൻ, അപ്പോൾ അവിടെ ഗ്രേഡാണ് പക്ഷേ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതാണെങ്കിൽ ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ്. പക്ഷേ അപ്പോൾ നമുക്കൊരു സംശയം തോന്നുന്നു, അപ്പോൾ ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അവിടെയാണ് ഈ നമ്മുടെ ഗ്രേഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്. അതായത് അപ്പോൾ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മൾ എ ഗ്രേഡ് കൊടുത്തു, എ ഗ്രേഡ് കൊടുത്തു, അതിന് ഗ്രേഡ് പോയിന്റ് 4, ദെൻ ബി ഗ്രേഡ് ആണെങ്കിൽ ഗ്രേഡ് പോയിന്റ് 3, അങ്ങനെ അത് കൃത്യമായിട്ട് ഗ്രേഡ് പോയിന്റ്സ് ഉണ്ട്. അവസാനം നമ്മൾ ഗ്രേഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ കൊച്ചിന്റെ ഫൈനൽ ഗ്രേഡ് ഡിറ്റർമൈൻ ചെയ്യും. ഓക്കെ, ഇനി നോൺ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഗ്രേഡിങ്ങിൽ അവിടെ ഡയറക്റ്റ് ഗ്രേഡിംഗ് അല്ല കൊടുക്കുന്നത്. അവിടെ എന്താണ്, നമ്മൾ മാർക്ക് ആദ്യം കൊടുക്കും, എന്നിട്ട് ആ മാർക്കിനെ ഗ്രേഡുകളായിട്ട് കൺവേർട്ട് ചെയ്യും. അത് നമുക്ക് കൃത്യമായിട്ടുള്ള 5 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 9 പോയിന്റ് സ്കെയിൽസ് ഉണ്ടാവും. എന്നിട്ട് അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ മാർക്കിനെ പിടിച്ചെന്തെയും ഗ്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഡയറക്റ്റ് ഗ്രേഡിങ്ങിൽ ആദ്യം നമ്മൾ പേപ്പർ വാല്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഗ്രേഡ് കൊടുക്കുന്നു, അതിനെന്ത് ചെയ്യുന്നു, ഗ്രേഡ് പോയിന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ അതിനുശേഷം ഇപ്പോൾ ഇൻഡയറക്റ്റ് ഗ്രേഡിങ്ങിലാണെങ്കിൽ നമ്മൾ എന്താണ്, ആദ്യം മാർക്ക് കൊടുക്കുന്നു, അതിനെ പിടിച്ച് ഗ്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് ഗ്രേഡിംഗ്. അതായത് നമ്മുടെ ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് 2 ടൈപ്സ് ഉണ്ട്. ഏതാണ്, അബ്സല്യൂട്ടും റിലേറ്റീവും. അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ എ ഗ്രേഡ് 90-നും 100-നും ഇടയിൽ മാർക്ക് കിട്ടുന്ന ഒരു കൊച്ചിന് ഉറപ്പായിട്ടും എത്ര കിട്ടും, എ ഗ്രേഡ് കിട്ടും. ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ എക്സാം എഴുതുന്ന ഒരു കൊച്ചിനെ സംബന്ധിച്ചോളം ഇപ്പോൾ 80-നും 89-നും ഇടയിൽ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബി ഗ്രേഡ് കിട്ടും എന്ന് അവനറിയാം. അത് ഓൾറെഡി ഫിക്സഡ് ആണ്, പ്രീ ഡിറ്റർമൈൻഡ് ആണ് അവിടെ. പക്ഷേ ഇവിടെ നമ്മൾ ഒരു CBSE എക്സാം എഴുതുന്ന കൊച്ചിനെ സംബന്ധിച്ചോളം ഇത്ര മാർക്ക് മേടിച്ചാൽ ഇത്ര ഗ്രേഡ് കിട്ടുമെന്ന് ഉറപ്പും പറയാൻ പറ്റത്തില്ല. കൂടെ എഴുതുന്ന കുട്ടികളുടെ എണ്ണവും അവരുടെ പെർഫോമൻസും ഒക്കെ നമ്മളുടെ മാറിലെ എക്സാം എത്ര ടഫായിരുന്നു, ഈസി ആയിരുന്നു, ഡിഫിക്കൽട്ട് ആയിരുന്നു, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ ഗ്രേഡിൽ വ്യത്യാസം വരാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പം സ്റ്റേറ്റ് സിലബസിൽ ഒരു കൊച്ച് ഹിന്ദിയുടെ എക്സാം എഴുതുന്നു, അതിന് കിട്ടിയത് 85 മാർക്കാണ്. അങ്ങനെയാണെങ്കിൽ ആ കൊച്ചിനെ ഉറപ്പായിട്ടും എത്ര മാർക്ക് കിട്ടും, ഏത് ഗ്രേഡ് കിട്ടും, ബി ഗ്രേഡ് കിട്ടും. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ റേഞ്ച് അനുസരിച്ചാണെങ്കിൽ ആ കൊച്ചിന് എത്ര കിട്ടും, 85 മാർക്ക് കിട്ടിയ കൊച്ചിന് ബി ഗ്രേഡ് കിട്ടും, ഡൗട്ടൊന്നുമില്ല. പക്ഷേ ഇനി നമ്മൾ CBSE ഒരു കൊച്ച് അതേ എക്സാം ഹിന്ദിയുടെ എക്സാം എഴുതുന്നു, അതേ എക്സാം അല്ല ഹിന്ദിയുടെ ഒരു എക്സാം എഴുതുന്നു, ആ കൊച്ചിന് മാർക്ക് കിട്ടിയിരിക്കുന്നത് 85 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. 85 മാർക്ക്. എക്സാം ഭയങ്കര ടഫായിരുന്നു തവണ, ഹിന്ദിയുടെ എക്സാം ഭയങ്കര ടഫായിരുന്നു. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നത് 85 മാർക്കാണ്. 100-ൽ 85ആണ് ഏറ്റവും ടോപ്പ് മാർക്ക്. അങ്ങനെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി എല്ലാവർക്കും വളരെ താഴെയാണ്. അങ്ങനെയാണെങ്കിൽ ടോപ്പ് 10%-നകത്ത് ഈ കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഗ്രേഡ് ഇവിടെ ബി അല്ല, എത്രയാണ്, എ ആയിരിക്കും ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് റിലേറ്റീവ് ഗ്രേഡിംഗ് നമ്മൾ വ്യത്യാസം. ഇനി ഒന്നുകൂടെ പറയുകയാണെങ്കിൽ സെറ്റ് എക്സാം നമ്മൾ എഴുതുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ട് നമ്മൾ 116 മാർക്ക് ജനറൽ കാറ്റഗറിയിലാണ് 116 മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ജയിക്കും.
പക്ഷേ നമ്മൾ നെറ്റ് എക്സാം ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു പ്രീഡിറ്റർമൈൻഡ് ആയിട്ടുള്ളൊരു സ്കോർ അവിടെ ഉണ്ടോ ഇല്ല. നമുക്ക് ആദ്യത്തെ 6% നമ്മൾ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. പക്ഷേ അത് നമ്മുടെ കൂടെ എഴുതുന്ന കുട്ടികളുടെ എണ്ണവും നമ്മളുടെ പെർഫോമൻസും മറ്റുള്ള കുട്ടികളുടെ പെർഫോമൻസും ഒക്കെ ഇതിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ആബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് ഗ്രേഡിംഗ്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം പ്രീവിയസിൽ ഒരുപാട് ക്വസ്റ്റൻസ് വന്നൊരു ഏരിയയാണ് ഈ ഒരു ഗ്രേഡിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണെങ്കിൽ ഒരു ഫിക്സഡ് അല്ലെങ്കിൽ പ്രീഡിറ്റർമൈൻഡ് ഗ്രേഡ് ഉണ്ട് അവിടെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് ഒരു മുന്നേ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ പറഞ്ഞു റിലേറ്റീവിലാണെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ സ്കോർ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് മറ്റുള്ള കുട്ടികളുടെ പെർഫോമൻസ്, ദെൻ അതുപോലെ തന്നെ അവരുടെ എക്സാമിൻ്റെ എന്താണ് ഡിഫിക്കൽട്ടി, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും അവിടെ കൂടുതലായിട്ട് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഈ ഒരു 2 ക്വസ്റ്റ്യൻ അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് ഗ്രേഡിങ്ങിൻ്റെ അത് നമ്മളോട് ചോദിക്കുകയാണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഗ്രേഡിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ അതെപ്പോഴും റിലേറ്റീവ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ചോദിച്ചിട്ടെ ഇത്തവണ എക്സാം ഭയങ്കര, ഇപ്പോൾ ഒരു ഇലക്ഷനൊക്കെ വരുവാണല്ലേ, അപ്പോൾ ഇത്തവണത്തെ 10ാം ക്ലാസ്സിൻ്റെ എക്സാം ഭയങ്കര ഈസി ആയിരുന്നു, അതുകൊണ്ട് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടി, പഠിക്കാത്തവർക്ക് പോലും നല്ല മാർക്ക് കിട്ടിയെന്ന് ഓർക്കാം. പക്ഷെ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേന് എക്സാം നല്ല ടഫായിരുന്നു. അപ്പോൾ പഠിച്ചവർക്ക് പോലും ഈ പറയുന്ന ഇത്തവണത്തെ പഠിക്കാത്തവരുടെ മാർക്കാണ്. അപ്പോൾ ശരിക്കും അതൊരു നല്ല വാല്യുവേഷൻ ആണോ? അല്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഏതായിരിക്കും? റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. അതാണ് ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിന് കൂടി തന്നെ നമ്മളുടെ ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ കൂടെ നോക്കി പോവേ. ഒന്ന്, അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ. നമ്മൾ ഇവാലുവേഷൻ്റെ ഫംഗ്ഷൻ്റെ ബേസിലാണെങ്കിൽ പ്ലേസ്മെൻറ്റ്, ഫോർമേറ്റീവ്, ഡയഗ്നോസ്റ്റിക്, സമ്മേറ്റീവ് എന്നും അക്കോർഡിംഗ് ടു അപ്രോച്ചസ്, ഏത് ടൈപ്പ് ഓഫ് അപ്രോച്ച് നമ്മൾ എടുക്കുന്നത് അതനുസരിച്ച് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് എന്നും ദെൻ അക്കോർഡിംഗ് ടു റെഫറൻസ് അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ, നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ്റെ ബേസിൽ നമ്മളതിനെ നോം റെഫറൻസിനും ക്രൈറ്റീരിയ റെഫറൻസിനും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് നോക്കാം. First one, placement evaluation. Placement evaluation, as the name suggests, it's designed to place the right person in the right place എന്നുള്ളതാണ്. അതായത് ഫോർ എക്സാമ്പിൾ, ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് വിളിച്ചു ചോദിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, നമുക്കൊരു ക്വസ്റ്റനെയർ അവർ അയച്ചു തരും. എന്നിട്ട് നമ്മളത് ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ അവർ മനസ്സിലാക്കും നമ്മളുടെ ഇംഗ്ലീഷിൻ്റെ നിലവാരം എത്രയുണ്ട്. അപ്പം അവർ ആ കോഴ്സിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ടാവാം: ബേസിക് ലെവൽ, ഇന്റർമീഡിയറ്റ് ലെവൽ, അഡ്വാൻസ് ലെവൽ. അപ്പോൾ നമ്മളെ എവിടെ പ്ലേസ് ചെയ്യണം നമുക്ക് ഒട്ടും അറിയത്തില്ല. A4 ആപ്പിൾ തൊട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളെവർ ബേസിക് ലെവലിൽ പ്ലേസ് ചെയ്യും. ദെൻ നമുക്ക് കുറേയൊക്കെ അറിയാം, നമുക്ക് കുറച്ചുകൂടെ അത്യാവശ്യം ഒന്നുകൂടെ സംസാരിക്കാനൊക്കെ ആയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്റർമീഡിയറ്റ് ലെവലിൽ പ്ലേസ് ചെയ്യും. നമ്മളെ നല്ല ഇംഗ്ലീഷാണ് നമ്മളുടേത്, പക്ഷെ ഒന്നുകൂടെ പോളിഷ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളെ അഡ്വാൻസ് ലെവലിൽ പ്ലേസ് ചെയ്താൽ മതി. അല്ലാതെ ഈ 3 രീതിയിലുള്ള ആൾക്കാരെ കൊണ്ട് ഈ ബേസിക് ലെവൽ ഇട്ട് കഴിഞ്ഞാൽ അത് ആകെപ്പാടെ ചളം കുളമാവും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാണ്, പ്ലേസ്മെന്റ് ഇവാലുവേഷന്റെ ഇമ്പോർട്ടൻസ് ഇതാണ്. റൈറ്റ് പേഴ്സണെ റൈറ്റ് പ്ലേസിൽ ഇരുത്തുന്നതാണ് ശരിക്കും പ്ലേസ്മെന്റ് ഇവാലുവേഷൻ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക നമ്മൾ എവിടെയാണ്, നമുക്ക് എന്തുമാത്രം അറിയാം എന്ന് മനസ്സിലാക്കിയിട്ട് ഈസി ടു ഹാർഡ് എന്നുള്ളത് നിശ്ചയിക്കുക എന്നുള്ളതാണ് പ്ലേസ്മെന്റ് ഇവാലുവേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. നമ്മൾ ഹോസ്പിറ്റലിൽ ശരിക്കും പോകുന്നത് എന്തിനാ? നമ്മൾക്ക് അസുഖം കണ്ടെത്തുക അല്ലേ, ഡയഗ്നോസ് ചെയ്യുക. അതാണ് അതിനുവേണ്ടി നമ്മൾ പോകുന്നത്. അതായത് നമ്മൾ നല്ല ഹെൽത്തിയാണ്, നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാറില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ശരീരത്തിന് ഒരു കാലിന് വേദന എടുക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴും തലവേദന എടുക്കുന്നു, അപ്പോൾ എന്താണെന്ന് അറിയാൻ അല്ലെ, എന്താണ് നമ്മുടെ പ്രശ്നം, എന്താണ് നമ്മുടെ പ്രോബ്ലം എന്നറിയാനാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അത് തന്നെയാണ് സ്കൂളിൽ നമ്മൾ കുട്ടികളിൽ ചെയ്യുന്നത്. എന്താണ്, നമ്മൾ നോക്കുവാണ് നമ്മളുടെ കുട്ടികൾക്ക് എവിടെയാണ് കിട്ടാത്തത് അല്ലെങ്കിൽ അവർക്ക് എവിടെയാണ് ഡിഫിക്കൽട്ടി എന്നറിയാനാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫൈൻഡ് ദ ഡിഫിക്കൽട്ടി ഓഫ് ദ സ്റ്റുഡൻറ്. എന്താണ് അത്, എവിടെയാണ് അവർക്ക് പ്രോബ്ലം അല്ലെങ്കിൽ അവർക്ക് എന്താണ് കിട്ടാത്തത് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്സ് ഒന്ന് നോക്കി വെച്ചോണം. പ്രിപ്പറേഷൻ ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, പ്ലാനിങ്, റൈറ്റിംഗ് ഐറ്റം, അസംബ്ലിംഗ് ടെസ്റ്റ്, പ്രൊവൈഡിംഗ് ഡയറക്ഷൻ, ദെൻ റിവ്യൂവിംഗ് ദ ടെസ്റ്റ്. ജസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ടെസ്റ്റ് ഐറ്റം എഴുതുന്നു, ടെസ്റ്റ് അസംബിൾ ചെയ്യുന്നു, ദെൻ ഡയറക്ഷൻ കൊടുക്കുന്നു, ദെൻ റിവ്യൂ ചെയ്യുന്നു. ഇത്രയുമാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ. ഇനി ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ അല്ലേ, നമ്മളിപ്പം നമുക്ക് തലവേദനയാണ്, അപ്പോൾ നമുക്ക് മൈഗ്രെയിൻ ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഓക്കെ മൈഗ്രെയിൻ ആണ്, വീട്ടിൽ പോക്കോന്ന് പറയുകയാണോ? അല്ല, അതിനുള്ളൊരു റെമഡി അല്ലേ, അതിനുള്ളൊരു പരിഹാരം കൂടെ അവിടെ കൊടുക്കണം. ഇത് തന്നെയാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മളൊരു പ്രോബ്ലം, കുട്ടിക്ക് എന്താണ് കിട്ടാത്തതെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? റെമഡിയൽ ടീച്ചിങ്. അതായത് ഒരു പ്രശ്നം അല്ലെങ്കിൽ കുട്ടിക്ക് എവിടെയെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, കുട്ടിക്ക് മാത്സ് പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു ഏരിയ മനസ്സിലാകുന്നില്ല. സോ അവിടെ എന്ത് ചെയ്യാണ്, ഇമ്മീഡിയറ്റ്ലി അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ റെമഡിയൽ ടീച്ചിങ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനോടുകൂടി ചേർത്ത് ഓർത്ത് വെക്കേണ്ട സാധനമാണ് എന്ത്, റെമഡിയൽ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ നോക്കേണ്ടത്
അങ്ങനെയാണെങ്കിൽ എന്താണ് അച്ചീവ്മെന്റ് ടെസ്റ്റും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും തമ്മിൽ ഡിഫറൻസ്? അച്ചീവ്മെന്റ് ടെസ്റ്റ് നമുക്കറിയാം എന്താണ്, കുട്ടി എന്ത് പഠിച്ചു, മെഷർ ഹൗ മച്ച് സ്റ്റുഡന്റ് ഹാസ് അച്ചീവ്ഡ്. നമ്മളൊരു യൂണിറ്റ് ടെസ്റ്റ് ഇട്ടു, വാക്സിൻ ഒരു ചാപ്റ്റർ എടുത്തിട്ട് നമ്മളൊരു യൂണിറ്റ് ടെസ്റ്റ് ഇട്ടു. അപ്പോൾ ആ യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും കുട്ടിക്ക് എന്തുമാത്രം കിട്ടി, ആ ഏരിയയിൽ നിന്ന് കുട്ടി എന്തുമാത്രം കാര്യങ്ങൾ നേടിയിട്ടുണ്ട്, എന്തുമാത്രം കുട്ടി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് കുട്ടിക്ക് മാർക്ക് കൊടുക്കാനും കുട്ടീനെ റാങ്ക് ചെയ്യാനും ഗ്രേഡ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. പക്ഷേ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കുട്ടിക്ക് എന്താ അറിയത്തില്ല. നമ്മൾ ആ ഒരു ഏരിയ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് കുട്ടിക്ക് എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവൻ്റെ ഡെഫിഷ്യൻസി എവിടെയാണ്, അവൻ്റെ വീക്ക്നെസ് എവിടെയാണ്, ഇത് കണ്ടെത്താനാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നോക്കുന്നത്. ഇവിടെ മാർക്ക് എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ അച്ചീവ്മെന്റ് ടെസ്റ്റിൽ എപ്പോഴും ഓർക്കുക കുട്ടി എന്ത് നേടിയെന്നറിയാനും, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണെങ്കിൽ കുട്ടി എന്ത് അറിഞ്ഞിട്ടില്ല, അവൻ എന്താണ് പ്രോബ്ലം, അവൻ എവിടെയാണ് മനസ്സിലാവാത്തത്, എന്താണ് കിട്ടാത്തതെന്നറിയാൻ നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും ചെയ്യും. നമുക്കൊന്നുകൂടെ നോക്കാം. ഇപ്പോൾ ടൈപ്സ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്ന അച്ചീവ്മെന്റ് ടെസ്റ്റ് ഫോർ മെഷറിംഗ് അച്ചീവ്മെന്റ്, കുട്ടി എന്ത് നേടി. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണെങ്കിൽ ഡയഗ്നോസ് ചെയ്യുക, അവൻ്റെ പ്രോബ്ലം ഡയഗ്നോസ് ചെയ്യുക. ഇനി പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരെണ്ണൂടെ ഉണ്ട്. അതെന്താണ്? അത് ശരിക്കും കുട്ടികളുടെ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട്, കുട്ടികളുടെ ഇത് ഇപ്പോഴത്തെ പെർഫോമൻസ്, ഇപ്പോൾ അവരുടെ മാത്തമാറ്റിക്സിലെ ടാലൻറ്റ് ഇതൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഏതാണോ അപ്പോൾ അവരുടെ ആ ഒരു ടാലൻറ്റ് നോക്കിയിട്ട് അവരുടെ ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അവരുടെ വീക്കായിട്ടുള്ള ഏരിയ ഏതാണ്, സ്ട്രെങ്തൻ ആയിട്ടുള്ള ഏരിയ ഏതാണ്, ഇതൊക്കെ മനസ്സിലാക്കി അവർക്ക് കരിയർ ഗൈഡൻസ് കൊടുക്കാനും അവരെ കറക്റ്റായിട്ട് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. നമ്മൾ ഒരു മാത്സ് ടീച്ചറാണ് ക്ലാസ്സിൽ പഠിപ്പിച്ചു. ക്ലാസ് വൈൻഡപ്പ് ആകുന്നതിന് മുമ്പ്, കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് മുന്നേ ടീച്ചർ ഒരു ജസ്റ്റ് അന്ന് പഠിപ്പിച്ചതിനെ ബേസ് ചെയ്തൊരു പ്രോബ്ലം കൊടുത്തു. ആ പ്രോബ്ലം കുട്ടികളോട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എല്ലാ കുട്ടികളും ചെയ്തു. ഓക്കെ, അവിടെ ഒരു പ്രശ്നവുമില്ല, നമ്മൾ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ല. ഇനി അത് കുറച്ച് പേര് ചെയ്തു, കുറച്ച് പേര് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ്, നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റത്തില്ലാത്ത കുഞ്ഞുങ്ങൾ നമുക്ക് സഹായിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ദെൻ 3, ആർക്കും മനസ്സിലായിട്ടില്ല. അവിടെ എവിടെയാണ് പ്രശ്നം? കുട്ടികൾക്കല്ല പ്രശ്നം, നമ്മൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇവിടെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് എന്താണ്, നമ്മൾ ഇപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കൊടുത്തോ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുത്തോ കുട്ടികളുടെ ഫേസിൽ നിന്ന് ഒബ്സർവ് ചെയ്തോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർമേറ്റീവ് ഇവാലുവേഷൻ നടത്താനായിട്ട് പറ്റും. കുട്ടികൾക്ക് നമ്മളിപ്പോൾ പഠിപ്പിച്ച കാര്യത്തിൽ എന്തൊക്കെ മനസ്സിലായിട്ടുണ്ട്, ഇനി നന്നായിട്ട് പെർഫോം ചെയ്ത് അല്ലെങ്കിൽ നന്നായിട്ട് ആൻസർ ചെയ്ത കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനും, അത് ഒന്നും കിട്ടാത്ത കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യാനും, ഇനി ആർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ തിരുത്താനും ഒക്കെയുള്ളൊരു അവസരം ഫോർമേറ്റീവ് ഇവാലുവേഷനകത്തുണ്ട്. ഓക്കെ, ദെൻ രണ്ടാമത്തേത് സമ്മേറ്റീവ് ഇവാലുവേഷൻ. സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്താണ്? ഇപ്പോൾ നമ്മളൊരു ചാപ്റ്റർ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ നമ്മുടെ ഒരു സെമസ്റ്റർ കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ ഓണത്തിനുള്ള എക്സാം, അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്, മേജർ പ്രോജക്ട്സ്, ഇതൊക്കെ ഫൈനൽ എക്സാംസ് ഒക്കെ സമ്മേറ്റീവ് അസസ്മെൻ്റ് അകത്ത് വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു വീട്ടിൽ പോയിരുന്ന് പഠിച്ചിട്ട് വരാനുള്ള ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, അതൊരു സമ്മേറ്റീവ് ഇവാലുവേഷൻ എക്സാമ്പിളാണെന്ന് ഓർത്ത് വെച്ചോണം. അപ്പോൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എക്സാമ്പിൾ നമ്മൾ നടത്തുന്ന ക്വിസസ്, ദെൻ ഡിസ്കഷൻസ്, ഹോംവർക്ക്, പിയർ അസസ്മെന്റ്, ഇതൊക്കെ പറയുന്ന ഫോർമേറ്റീവ് അസസ്മെന്റ് എക്സാമ്പിളാണ്. ഇനി അടുത്തത് ക്രൈറ്റീരിയൻ ആൻഡ് നോം റെഫറൻസ് ഇവാലുവേഷൻ. എന്താണ് ശരിക്കും ക്രൈറ്റീരിയൻ ആൻഡ് നോം റെഫറൻസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്? അതായത് നമ്മളൊരു ടെസ്റ്റിന് അപ്പിയർ ചെയ്യുന്ന സമയത്ത് അവിടെ സർട്ടൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. നമ്മുടെ കൂടെ 150 പേരുണ്ടെന്നോ 200 പേരുണ്ടെന്നോ അവർക്ക് എങ്ങനെ പെർഫോം ചെയ്യുന്നോ ഒന്നും ഇവിടെ ബാധകമല്ല. നമ്മൾ എന്തുമാത്രം പഠിച്ചിട്ടുണ്ട് ഈ ടെസ്റ്റിന്, നമുക്ക് എന്തുമാത്രം അറിയാം. അപ്പോൾ അവിടെ സർട്ടൻ ക്രൈറ്റീരിയാസ് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്രൈറ്റീരിയാസ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ടെസ്റ്റ് പാസ്സാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നു. അപ്പോൾ നമുക്ക് ഇന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം എന്താണ് റോഡ് ടെസ്റ്റ് പാസ്സാവണം, ദെൻ നമ്മൾ എടുത്ത് കാണിക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ സർട്ടൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ ലൈസൻസ് കിട്ടും, അല്ലേ? അത് ഫുൾഫിൽ ചെയ്താൽ മതി നമ്മൾ. അല്ലാതെ നമ്മുടെ കൂടെ എഴുതിയ ആളുകളെണ്ണോ ആദ്യം വന്നവരോ അല്ലെങ്കിൽ എത്ര പേരുണ്ടെന്നോ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാൻ അവിടെ സർട്ടൻ ക്രൈറ്റീരിയസ് ഉണ്ട്. അത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ടെസ്റ്റ് പാസ്സാവാൻ പറ്റും. പക്ഷേ നോം റെഫറൻസ് ഇവാലുവേഷനിൽ അങ്ങനെയല്ല. അവിടെ എങ്ങനെയാണ്? ഇവിടെ നമുക്ക് ഇത്ര മാർക്ക് കിട്ടിയാൽ നമ്മൾ ജയിക്കുമെന്നല്ല. നമ്മളുടെ കുട്ടികൾ, നമ്മുടെ കൂടെ എഴുതുന്ന കുട്ടികളുടെ എണ്ണം, അവരുടെ പെർഫോമൻസ്, അവർ എങ്ങനെ എഴുതുന്നു, ഇതൊക്കെ നമ്മളുടെ മാർക്കിനെ അല്ലെങ്കിൽ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് കാരണമായിട്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു നെറ്റ് എക്സാമിന് എഴുതാൻ പോവുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ്, നമ്മളുടെ ആദ്യം വരുന്ന 6% കുട്ടികളാണ് അല്ലേ പാസ്സാവുന്നത്. അങ്ങനെയാണെങ്കിൽ 6% കുട്ടികളുടെ അകത്ത് കയറിയെങ്കിൽ മാത്രമേ നമുക്ക് പാസ്സാവാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇത്ര മാർക്ക് കിട്ടിയാൽ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്തില്ല, പാസ്സാവത്തില്ല.
അപ്പോൾ ഇവിടെ എന്താണ് നമ്മളുടെ കൂടെ എത്ര കുട്ടികൾ എഴുതുന്നുണ്ട് ഇത്തവണ നെറ്റിന്, ദെൻ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്, എക്സാം എത്ര ടഫാണ്, നമ്മൾ എത്രമാത്രം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമ്മളുടെ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യും. നമ്മൾ PSC എക്സാം, സിവിൽ സർവീസ് എക്സാം, ഇവിടെയൊക്കെ എങ്ങനെയാണ് അല്ലെ, 10 വേക്കൻസി ഉണ്ട്, അതിന് 15,000 പേര് എഴുതുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ ആ ഒരു ഊഴം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണം, നമ്മൾ സെറ്റ് ക്രൈറ്റീരിയ ബേസ്ഡ് ആണെങ്കിൽ അവിടെ സർട്ടൺ ക്രൈറ്റീരിയാസ് ഉണ്ട്, ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്സാവാം, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നോൺ റെഫറൻസിൽ അങ്ങനെയല്ല, അവിടെ നമ്മളുടെ കൂടെ എഴുതുന്ന കുട്ടികളുടെ എണ്ണവും അവരുടെ പെർഫോമൻസും ഇത്തവണത്തെ എക്സാമിൻ്റെ ആ ഒരു എന്താണ് ഡിഫിക്കൽട്ടി ലെവലും ഒക്കെ നമ്മളുടെ മാർക്കിനെ അല്ലെങ്കിൽ നമ്മളുടെ ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോസസ് ഓഫ് കമ്പയറിംഗ് സ്റ്റുഡൻസ് പെർഫോമൻസ് അഗൈൻസ്റ്റ് ഹിസ് ഓർ ഹിയർ പ്രീവിയസ് പെർഫോമൻസ് ഈസ് നോൺ ആസ്. എന്താണ് ഇത്രയും നേരം നമ്മൾ കണ്ട ഏതുമായിട്ടെങ്കിലും ഇത് കണക്റ്റഡ് ആണോ? അല്ല. ഇവിടെ എന്താണ് കുട്ടിയുടെ പെർഫോമൻസ് അവൻ്റെ തന്നെ പ്രീവിയസ് പെർഫോമൻസിനോട് കമ്പയർ ചെയ്യുമ്പം അതേതാണ് നോക്കാം. അതാണ് ഇപ്സേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്സേറ്റീവ് അസസ്മെന്റ് എന്താണ്? അതായത് അസസ്മെന്റ് ഓഫ് ദ സെൽഫ് ബേസ്ഡ് ഓൺ ഹിസ് ഓർ ഹിയർ പ്രീവിയസ് പെർഫോമൻസ്. നമ്മുടെ പ്രീവിയസ് പെർഫോമൻസ് വെച്ച് തന്നെ നമ്മളെ തന്നെ അസസ്മെന്റ് നടത്തുവാണ്. ഓർത്ത് വെച്ചോണം. അത് എനിക്ക് കഴിഞ്ഞ തവണത്തെ എക്സാമിന് B+ ആയിരുന്നു, ഇത്തവണ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്കത് കൂടുതൽ മെച്ചപ്പെടാൻ പറ്റുന്നുണ്ട്, എനിക്ക് A+ നേടാൻ പറ്റി. ദാറ്റ്സ് കോൾഡ് ഇപ്സേറ്റീവ് ഓഫ് ദ സെൽഫ് എന്ന് പറയും. അതായത് അസസ്മെന്റ് ഓഫ് ദ സെൽഫ് ബേസ്ഡ് ഓൺ ഹിസ് ഓർ ഹിയർ പ്രീവിയസ് പെർഫോമൻസ്. നമ്മളെ മറ്റാരുമായിട്ടോ സർട്ടൺ ക്രൈറ്റീരിയ ബേസ്ഡോ മറ്റൊരു നമ്മളുടെ കൂടെ എഴുതുന്ന പിള്ളേരുമായിട്ടോ ഒന്നുമല്ല കമ്പയർ ചെയ്യുന്നത്, നമ്മളുമായിട്ട് തന്നെ കമ്പയർ ചെയ്യുകയാണ്. ഇതിനെയാണ് ഇപ്സേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കി വെച്ചോണം, നോമേറ്റീവും ഇപ്സേറ്റീവും എന്നുള്ള ഡിഫറൻസ്. നോമേറ്റീവ് എപ്പോഴും എങ്ങനെയായിരിക്കും, ഇൻഡിവിജ്വൽ അസസ്മെന്റ് ആണ്, നമ്മളെ മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും അസസ്മെന്റ് നടത്തെങ്കിൽ നോമേറ്റീവ്. നമ്മളെ തന്നെ ഇൻഡിവിജ്വൽ അസസ്മെന്റ് ആണെങ്കിൽ അത് ഇപ്സേറ്റീവ്. ഇത് നമ്മൾ ആദ്യം കണ്ടൊരു ക്വസ്റ്റൻ ആയിരുന്നു. എ സിസ്റ്റം ഓഫ് അസസ്മെന്റ് വിയർ എ ടീച്ചർ കമ്പയർ സ്റ്റുഡൻസ് പെർഫോമൻസ് ടു ദാറ്റ് ഓഫ് ദിയർ പിയർ റാദർ ദാൻ ടു എ പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ് ഇസ് ഡാഷ് ഗ്രേഡിംഗ്. ഇതിന്റെ ആൻസർ വന്നത് ശരിക്കും നോം ബേസ്ഡ് ആയിരുന്നു. അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റൻ ഒന്നുകൂടെ നോക്കണേ. അതായത് സ്റ്റുഡൻസ് പെർഫോമൻസ് ടു ദാറ്റ് ഓഫ് ദിയർ പിയർ റാദർ ദാൻ ടു പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്. ഇവിടെ ഗ്രേഡിംഗ് ആണ് ചോദിച്ചേക്കുന്നത്, ഇവാലുവേഷൻ അല്ല ചോദിച്ചേക്കുന്നത്, ഗ്രേഡിംഗ് ആണ് ചോദിച്ചേക്കുന്നത്. ഗ്രേഡിംഗ് നമ്മൾ പറഞ്ഞു ആകെ നമ്മൾ 2 പഠിച്ചുള്ളൂ, ഡയറക്റ്റ് ഗ്രേഡിംഗ്, ഇൻഡയറക്റ്റ് ഗ്രേഡിംഗും. ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് തന്നെ അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് ഗ്രേഡിംഗ്. അപ്പോൾ ഉറപ്പായിട്ട് ഇതിന് ആൻസർ പറയേണ്ടത് റിലേറ്റീവ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഗ്രേഡിംഗിൽ ഒന്നാണ്. നമ്മൾ പറഞ്ഞു അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണെങ്കിൽ ഓൾറെഡി എന്തുണ്ട്, കൃത്യമായിട്ട് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ അതാണെങ്കിൽ അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് കമ്പയർ എ സ്റ്റുഡൻസ് പെർഫോമൻസ് ടു ദാറ്റ് ഓഫ് ദിയർ പിയർ. അവരുടെ കൂടെയുള്ള കുട്ടികളുടെ പെർഫോമൻസോടെ കമ്പയർ ചെയ്യുന്നതാണെങ്കിൽ അതേതാണ്, റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. അതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പക്ഷേ അത് നമ്മുടെ LBSന്റെ സൈറ്റിൽ വന്നപ്പോൾ നോം ബേസ്ഡ് എന്നാണ് അവർ ആൻസർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതൊരിക്കലും കറക്റ്റ് അല്ല. അത് ഇവിടെ ആൻസർ വരുന്ന റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. ഇനി ഇത് വരുമ്പോൾ ഏത് തന്നെ എഴുതണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെ എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം അവർ നോം ബേസ്ഡ് എഴുതിയെന്ന് പറഞ്ഞ് നമ്മൾ അത് എഴുതി കഴിഞ്ഞാൽ അവർ തന്നെ അത് മാറ്റി പറയും. അതിനുള്ള എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഈ സിങ്ക്രോണസ് ലേണിംഗും അസിങ്ക്രോണസ് ലേണിംഗും. ഇപ്പോൾ സിങ്ക്രോണസ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് പഠിക്കുക. കമ്മ്യൂണിക്കേഷൻ ഈസ് ലൈവ്. അതായത് ഞാനിപ്പം നമ്മുടെ ബാച്ചിലാണെങ്കിൽ നമ്മളെല്ലാ ഏരിയയും നമ്മൾ ലൈവായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലൈവായിട്ട് സെക്ഷൻസ് എടുക്കുമ്പോൾ നമ്മൾ ഒരു രാവിലെയാണ് 4 മണി തൊട്ട് 6 വരെ വരുന്ന സമയത്താണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കുട്ടികളൊക്കെ എഴുന്നേറ്റിരുന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കേട്ട് പഠിച്ചു. കമ്മ്യൂണിക്കേഷൻസ് ലൈവ് ഇതാണ്. ശരിക്കും നല്ലൊരു കൊളാബറേഷൻ ഉണ്ട് അവിടെ. ഒരു റിയൽ ടൈം ഫീഡ്ബാക്കും ക്ലാരിഫിക്കേഷനും ഒക്കെ കുട്ടികൾക്ക് കിട്ടും. വീഡിയോ കോൺഫറൻസിങ്ങും പിയർ ടു പിയർ റിവ്യൂവും ലൈവ് ചാറ്റുകളും നമ്മൾ ഗൂഗിൾ മീറ്റ് വഴി കൊടുക്കുന്ന ക്ലാസ്സുകളും ഒക്കെ അതിന് എക്സാമ്പിളായിട്ട് വരാം. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഞാനിപ്പോൾ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കാണുന്നത് അല്ല. കമ്മ്യൂണിക്കേഷൻ ഈസ് ഇൻ ലൈവ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് നിങ്ങൾക്കിത് കാണാനായിട്ട് പറ്റും. ഞാനിത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് കാണാൻ പറ്റും. നമ്മളിത് ഓൺലൈൻ എന്ന് പറയുമെങ്കിൽ പോലും ഇതൊരു ഓൺലൈൻ ആണ്, അല്ലെങ്കിൽ യൂട്യൂബൊക്കെ ഓൺലൈൻ ഇതാന്ന് പറയുമെങ്കിലും ഇപ്പം നിങ്ങൾ ലൈവായിട്ടല്ല ഇത് കൂടുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ അസിങ്ക്രോണസ് എന്നാണ് ശരിക്കും പറയുന്നത്. പ്രീ റെക്കോർഡർ വീഡിയോസ്, ബ്ലോഗ് പോസ്റ്റുകൾ, കമൻറ്റുകൾ, ഇമെയിൽ, സ്ക്രീൻ കാസ്റ്റ് ഇതൊക്കെ വരുന്നത് അസിങ്ക്രോണസിൻ്റെ അകത്താണ്. നമ്മളുടെ LBS ഒരു തവണ സിങ്ക്രോണസ് എന്നാണ് ചോദിച്ചപ്പോൾ അതിന് ആൻസർ ഇട്ടേക്കുന്നത് ഓഫ്ലൈൻ ആണ്, ഒരു തവണ ആൻസർ ഇട്ടേക്കുന്നത് ഓൺലൈൻ ആണ്. ഈ 2 തവണയും ഇതിലൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ആദ്യം ഞങ്ങൾ ഓഫ്ലൈൻ ഇട്ടത് കൊണ്ട് അത് വെച്ചിട്ട് കുട്ടികൾ ചലഞ്ച് ചെയ്ത് നോക്കി, പക്ഷെ അത് മാറ്റം വരുത്തിയിട്ടേ ഇല്ല. അതുകൊണ്ട് നമ്മൾ ആൻസർ എഴുതുമ്പോൾ കൃത്യമായിട്ടുള്ള ആൻസർ തന്നെ എഴുതുക. നമ്മൾ ഒരു തവണ അവർ ആൻസർ ചെയ്തപ്പം ഇങ്ങനെ ചെയ്തത് കൊണ്ട് അതായിരിക്കാം ശരിയെന്ന് ഓർക്കരുത്. അവരിത് മാറ്റി പറയാം. അപ്പോൾ നമ്മൾ ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യുക. ഇനി ബാക്കി അവർ നമുക്ക് തരുന്നത് പോലെയൊക്കെ ഇരിക്കും, അത് വേറൊരു കാര്യം. എങ്കിലും നമ്മൾ കറക്റ്റായിട്ട് പഠിക്കാനുള്ള കറക്റ്റായിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ സിങ്ക്രോണസ് എപ്പോഴും ഓർത്തോണം, അത് ലൈവായിട്ട് ഓൺലൈനാണ്. അസിങ്ക്രോണസ് എന്ന് പറയുന്നത് ഓഫ് ലൈൻ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വീഡിയോ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് വേണമെങ്കിലും കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക.
ഇനി ഈ ഒരു ക്വസ്റ്റ്യനോട് നോക്കാം. ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ദാറ്റ് എ ടീച്ചർ ക്യാൻ യൂസ് ഐഡന്റിഫൈ ദ ലേണിംഗ് ഡിഫിക്കൽട്ടി ഓഫ് സ്റ്റുഡൻറ് ഈസ് ഡാഷ്. ലേണിംഗ് ഡിഫിക്കൽട്ടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ആണെങ്കിൽ എന്താണ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണെന്നുള്ള കാര്യം മറക്കണ്ട. നെക്സ്റ്റ് വൺ, എ പെർമനന്റ് റെക്കോർഡ് ഓഫ് ലേണേഴ്സ് എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി ദാറ്റ് ഇൻക്ലൂഡ് ഇൻഫർമേഷൻ അബൌട്ട് ദിയർ അറ്റൻഡൻസ്, ടെസ്റ്റ് സ്കോർസ്, ഹെൽത്ത് സ്റ്റാറ്റസ് ആൻഡ് ഓൾ അതർ ഡീറ്റെയിൽ ഇസ് ഡാഷ്. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? പെർമനന്റ് റെക്കോർഡ് എന്ന് കൃത്യമായിട്ട് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ അവിടെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ആൻസർ പറയാനായിട്ട് പറ്റും. എങ്കിൽ നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ എന്താണ് അനക്ടോട്ടൽ റെക്കോർഡും ക്യുമുലേറ്റീവ് റെക്കോർഡും? അനക്ടോട്ടൽ റെക്കോർഡ് എപ്പോഴും ഓർത്ത് വെച്ചോണം. അതായത് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടി, എ എന്ന് പറഞ്ഞൊരു കുട്ടി, അപ്പോൾ ആ കുട്ടീനെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവന് ഇന്ന് നിങ്ങൾ ഡ്രില്ലിൻ്റെ ടൈമിൽ അവരെല്ലാവരും കളിക്കാനായിട്ട് വിട്ടു. അപ്പോൾ അതിൽ ബി എന്ന് പറയുന്നൊരു കുട്ടി വീണു. അതിന് എ ഓടിച്ചെന്നു, മറ്റുള്ള കുട്ടികളെ കഴിഞ്ഞ് മുന്നേ ഓടിച്ചെന്ന് അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, അവനെ ശുശ്രൂഷിക്കുന്നു, അവനെ മുറിവൊക്കെ വെച്ച് കെട്ടുന്നു, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അവനൊരു പേഴ്സും കൂടെ നമ്മുടെ അടുത്ത് വന്നു. ടീച്ചർ ഇത് വഴി കളഞ്ഞു കിടന്നതാണ്, ഇതിനകത്ത് കുറേ പൈസയൊക്കെ ഉണ്ട്, ഇത് ആരുടെയാണെന്നൊന്ന് ഏൽപ്പിക്കാവോ. അപ്പം ഇവനെ നമ്മൾ എന്ത് ചെയ്യണം, നിരന്തരം ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇവൻ്റെ ആ ഒരു ബിഹേവിയർ എങ്ങനെയാണെന്ന് മനസ്സിലാവും. അതായത് ഓരോ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിലും അവൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ആ കുട്ടീൻ്റെ ബിഹേവിയറിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് രേഖപ്പെടുത്തി വെക്കുന്നു. അത് റിട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സാണ്. ഈ ഒരു കുട്ടിയെ സംബന്ധിക്കുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നോക്കുന്നതേയില്ല. ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് നമ്മുടെ മനസ്സിലുണ്ട്, അതിൽ ആ സിറ്റുവേഷനിൽ ആ കുട്ടി എങ്ങനെയാണ് ബിഹേവ് ചെയ്തിരിക്കുന്നത്, ആ സിറ്റുവേഷനിൽ അവൻ എങ്ങനെ പെർഫോം ചെയ്തു, അല്ലെങ്കിൽ അവൻ എങ്ങനെ ബിഹേവ് ചെയ്തു എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനക്ടോട്ടൽ റെക്കോർഡിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ബിഹേവിയർ ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ, ഇതാണ് ശരിക്കും അനക്ടോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇത് വളരെ ഡീറ്റെയിൽ ആണ്. ദെൻ അതുപോലെ തന്നെ സ്പെസിഫിക് ആണ്, എല്ലാ കാര്യങ്ങളും ഇല്ല. ഈ ഒരു സിറ്റുവേഷനിൽ അവൻ എങ്ങനെ പെർഫോം ചെയ്തു, അത് മാത്രമല്ല പെർഫോമിംഗ് എന്നൊക്കെ ഉപരിയായിട്ട് അവൻ എങ്ങനെ ബിഹേവ് ചെയ്തു, അതാണ് ശരിക്കും അനക്ടോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അതായത് ഡീറ്റെയിൽ ആൻഡ് സ്പെസിഫിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ സ്റ്റുഡൻറ്റ്. ഒരു കുട്ടീൻ്റെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവൻ്റെ ഒരു ചൈൽഡ് ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആൻഡ് സ്പെസിഫിക് ഡിസ്ക്രിപ്ഷൻ ആണ് എവിടെ തരുന്നത്, അനക്ടോട്ടൽ റെക്കോർഡ് തരുന്നത്. ഇത് എഴുതി വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണെന്നും കൂടെ ഓർത്ത് വെക്കുക. ദെൻ അടുത്തത് ക്യുമുലേറ്റീവ് റെക്കോർഡ്. ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു പെർമനന്റ് റെക്കോർഡ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. പെർമനന്റ് റെക്കോർഡ് ഓഫ് എ സ്റ്റുഡൻറ് പ്രോഗ്രസ്, കുട്ടീൻ്റെ ലൈഫ് ടൈം, ആ ഒരു സ്കൂളിൻ്റെ ആ കാലഘട്ടത്തിൽ മുഴുവനുള്ള അവൻ്റെ ആ ജീവിതത്തിലുടനീളം ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കുന്ന പെർമനന്റ് റെക്കോർഡ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ കാരാം, അവൻ്റെ ഹിസ്റ്ററി എന്ന് വെച്ചാൽ അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, വീട്ടിലാരൊക്കെയുണ്ട്, ഇത് എല്ലാ ഡീറ്റെയിൽസും, അവൻ്റെ പേഴ്സണലായിട്ട് മുഴുവൻ കാര്യങ്ങളും, അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അവൻ്റെ ആക്ടിവിറ്റീസ്, അതായത് അവൻ്റെ കോകരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് വേണ്ട അവനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പെർമനന്റ് ആയിട്ട് എഴുതി വെക്കുന്ന, എപ്പോഴും ഇങ്ങനെ മാറ്റി അതായത് അഡീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന, പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. ക്യുമുലേറ്റീവ് റെക്കോർഡ് ആഡ് ചെയ്ത് പോകും, അതല്ലേ ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ അതല്ലേ. അപ്പം എന്താണ്, അപ്പം ആ ഒരു അതായത് ഇവിടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, അവൻ്റെ ആ പെർഫോമൻസിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് ക്യുമുലേറ്റീവിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അനക്ടോട്ടിൻ്റെ സ്പെസിമെൻ ഇവിടെ കിടപ്പുണ്ട്. എന്താണ് ഇത്, ഒരു കുട്ടീൻ്റെ പേരെഴുതുന്നു, നമ്മളുടെ പേരെഴുതുന്നു, ആ ഒരു സിറ്റുവേഷൻ പറയുന്നു, ആ സിറ്റുവേഷനിൽ അവൻ എങ്ങനെ ആണ് പെർഫോം ചെയ്തത് എന്ന്, അല്ലെങ്കിൽ അവൻ എങ്ങനെ ബിഹേവ് ചെയ്തെന്നുള്ള ആ കുട്ടീൻ്റെ ബിഹേവിയറിനെ സംബന്ധിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ കുട്ടി എങ്ങനെ ബിഹേവ് ചെയ്തെന്ന് മാത്രമുള്ളതാണ് ശരിക്കും അനക്ടോട്ടൽ റെക്കോർഡെങ്കിൽ. ക്യുമുലേറ്റീവ് അങ്ങനെയല്ല, അവനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും, അവൻ്റെ പേര്, വീട്ടിലാരൊക്കെയുണ്ട്, ഫാമിലി ഇൻകം, അച്ഛൻ്റെ അമ്മേൻ്റെ ഓക്യുപ്പേഷൻ എന്ന് വേണ്ട, അവൻ്റെ സ്കൂളിലെ പെർഫോമൻസ്, സ്കൂളിൽ കിട്ടിയ മാർക്ക്, അവൻ്റെ കോകരിക്കുലർ ആക്ടിവിറ്റി, അവൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇങ്ങനെ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ റൈറ്റ് ഹൈറാർക്കി ഓഫ് എഡ്ഗർ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ്. ഏതാണ്? നമുക്കിത് ഓർത്ത് നോക്കാൻ കുറച്ച് പാടുള്ളൊരു സാധനമാണ്, പക്ഷെ നമുക്കൊന്ന് ശ്രദ്ധിച്ച് പഠിക്കാം. എഡ്ഗർ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ്, അതായത് ഇതൊരു കോൺ ഷേപ്പിലാണ്, നമുക്ക് കാണുമ്പോഴേ അറിയാം. അപ്പോൾ ഈ കോൺ ആരാ ഉണ്ടാക്കിയത്? എഡ്ഗർ ഡെയിലാണ് അല്ലേ, എഡ്ഗർ ഡെയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ദെൻ അത് ഒറിജിനലി ഡെവലപ്പ് ചെയ്ത 1946 ഇതെന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? നമ്മളുടെ വേരിയസ് ലേണിംഗ് എക്സ്പീരിയൻസും അതിൻ്റെ റീറ്റൻഷൻ റേറ്റും ആണ് ശരിക്കും ഇത് കാണിക്കുന്നത്. ഇത് ഓർത്ത് നോക്കാൻ എളുപ്പമാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ നോക്കിയും, നമ്മൾ ഇന്നലെ ഒരു കാര്യം വായിച്ചു, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടു, അത് ഇന്നോ നമ്മളത് ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പം നമുക്കതൊരു 10% മാത്രമായിരിക്കും അതിനകത്ത് ഓർത്തെടുക്കാൻ പറ്റുന്നത്. നമ്മളൊരു ക്ലാസ് കേട്ടു, ഒരാൾ പറഞ്ഞത് കേട്ടു, അതിന് ഏകദേശം 20% വരെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. നമ്മൾ ഇന്നലെ കണ്ട ഒരു കാര്യം, അതിന് 30% വരെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. നമ്മൾ ഒരേ സമയത്ത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നു, അതിൻ്റെ 50% വരെ നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. നമ്മൾ ഇപ്പോൾ ആ ഒരു ഡിസ്കഷൻ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഓൺലൈൻ ലൈവായിട്ട് നമ്മൾ ഇപ്പോൾ ഹൈംസിനെ സംബന്ധിച്ചോളം നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഹൈംസിൻ്റെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ ഒരേ സമയത്ത് PPTയിലൂടെ കാണിക്കുകയും ചെയ്യും, അതേ സമയത്ത് ലൈവായിട്ട് എടുക്കുകയും ചെയ്യും, നിങ്ങളെ കൊണ്ട് ആൻസർ പറയിക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു 70% വരെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും.
പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ ഡിസ്കഷൻ ഗിവിംഗ് എ ടോക്ക്. അതായത് നമ്മൾ തന്നെ ആ ലൈവ് സെക്ഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുകയും അതേസമയം നിങ്ങൾ റിപ്ലൈ ഒക്കെ തരുമ്പോഴത്തേന് എന്ത് ചെയ്യണം, ഒരു 70% വരെ നമ്മൾ ഓർത്തിരിക്കും. ദെൻ എന്നാൽ നീ കുറച്ചും കൂടെ ഇപ്പം നമ്മൾ ഇന്നലെ ചെയ്ത ഒരു കാര്യം അത് നമുക്ക് ഓർത്ത് വെക്കാൻ, അല്ലെങ്കിൽ അതിന് നമുക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. അതായത് നമ്മൾ പറയുകയും ചെയ്യുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 90% റിട്ടൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് ഇതിന് നമ്മളുടെ കോൺ ഓഫ് എക്സ്പീരിയൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എഡ്ഗർ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ് അനുസരിച്ച് ഡയറക്റ്റ്, കൺട്രൈവ്, ഡ്രാമാറ്റൈസ്, ഡെമോൺസ്ട്രേഷൻ, ഫീൽഡ് ട്രിപ്പ്, എക്സിബിറ്റ്, മോഷൻ പിക്ചർ, സ്റ്റിൽ പിക്ചർ, വിഷ്വൽ സിമ്പിൾ ആൻഡ് വെർബൽ സിമ്പിൾ. ഇതാണ് ആൻസർ വരുന്നത്. പക്ഷേ ഇത് എങ്ങനെ ഓർത്ത് വെക്കും? നമുക്ക് എല്ലാവർക്കും ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അറിയാം. അപ്പോൾ അത് വെച്ച് നമുക്കിത് പഠിച്ചു വെക്കാം. ഡയറക്റ്റ്, പർപ്പസ്ഫുൾ, കൺട്രൈവ്, ഡ്രാമാറ്റൈസ്, ഡെമോൺസ്ട്രേഷൻ, സ്റ്റഡി ട്രിപ്പ്, exhibits TV, motion picture, recordings radio, still picture, visual symbol, verbal symbols, Dale's cone of experience, Dale's cone of experience. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഇതിങ്ങനെ പലതവണ പാടി പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ ആ സ്റ്റെപ്സൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ ഏരിയയിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റൻ ആണ്, കോൺ ഓഫ് എക്സ്പീരിയൻസ് റിലേറ്റഡ് ടു ടീച്ചിങ് ലേണിംഗ് വാസ് സജസ്റ്റഡ് ബൈ ഡാഷ്. ആരാണ്? ഇനിയിപ്പം പഠിക്കാൻ പാടൊന്നുമില്ല, എഡ്ഗർ ഡെയിലാണ്. നെക്സ്റ്റ്, മൂക്ക് ഏതാണ്? ഫ്ലെക്സിബിൾ ആൻഡ് ഓപ്പൺ ഫോം ഓഫ് ടീച്ചർ ഡയറക്റ്റ് ഓഫ്ലൈൻ ലേണിംഗ്, റിജിഡ് ആൻഡ് ഓപ്പൺ ഫോം ഓഫ് സെൽഫ് ഡയറക്റ്റഡ് ഓൺലൈൻ ലേണിംഗ്, റിജിഡ് ആൻഡ് ഓപ്പൺ ഫോം ഓഫ് ടീച്ചർ ഡയറക്റ്റ് ഓൺലൈൻ ലേണിംഗ്, ഫ്ലെക്സിബിൾ ആൻഡ് ഓപ്പൺ ഫോം ഓഫ് സെൽഫ് ഡയറക്റ്റഡ് ഓൺലൈൻ ലേണിംഗ്. ഏതാണ്? ഫ്ലെക്സിബിൾ ആൻഡ് ഓപ്പൺ ഫോം ഓഫ് സെൽഫ് ഡയറക്റ്റഡ് ഓൺലൈൻ ലേണിംഗ് എന്നുള്ളതാണ് മൂക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മൂക്കിൻ്റെ ഒരു എക്സ്പാൻഷൻ നോക്കാം. മൂക്ക് എന്ന് പറയുന്നത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. ഇത് തന്നെ ഇതിനകത്തുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇതിനകത്തുണ്ട്. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമുക്ക് പറഞ്ഞു മൂക്ക് എന്ന് പറയുന്നത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സാണ് അല്ലേ. മാസീവായിട്ട് ഒരുപാട് കുട്ടികൾക്ക് ഒരേ സമയത്ത് ലോകത്തിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും പഠിക്കാനായിട്ട് പറ്റും. മാസീവ് ഓപ്പൺ, എനിവൺ എനിവെയർ ക്യാൻ രജിസ്റ്റേർഡ്. ഓൺലൈൻ അത് എൻ്റർലി എങ്ങനെയായിരിക്കും, ഇൻ്റർനെറ്റിലൂടെ തരുന്നത്. അതിനുള്ള എല്ലാ കോഴ്സുകളും മൂക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സാണ് മൂക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ആൻസറിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരുന്നു എന്തായിരുന്നു? ഫ്ലെക്സിബിൾ ആൻഡ് ഓപ്പൺ ഫോം ഓഫ് സെൽഫ് ഡയറക്റ്റഡ് ഓൺലൈൻ ലേണിംഗ്. നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് നമ്മളൊരു സെൽഫ് ഡിസിപ്ലിൻ ആണെങ്കിൽ നമുക്ക് ഏത് കോഴ്സിന് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാനും നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കാനും അതിനുള്ള എല്ലാ സാധ്യതകളും മൂക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം തുറന്നു തരുന്നുണ്ട്. മറക്കണ്ട, നമുക്ക് ലൈവ് സെഷൻ ഉണ്ട്. കറണ്ട് അഫെയറിൻ്റെ മുഴുവൻ ലൈവ് സെഷനും നമുക്ക് വെള്ളി ശനി ദിവസങ്ങളിലായിട്ട് രാവിലെ 4 മണി തൊട്ട് 6 വരെ നമ്മൾ വൃത്തിയായിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാനായിട്ടും മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ടും നല്ലൊരു അവസരങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക, നമുക്ക് നന്നായിട്ട് പഠിക്കാം. അപ്പം നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഏരിയ ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഇപ്പം ഫിലോസഫി അറിയത്തില്ല, ഫിലോസഫി നിങ്ങൾക്ക് പഠിക്കണം എങ്കിൽ വെറും 100 രൂപയ്ക്ക് നമുക്ക് ആ ക്ലാസ് മുഴുവനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് വേണോ പഠിക്കാനായിട്ട് ആ രീതിയിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഹൈംസ് അക്കാഡമിയിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് ഫോർ വാച്ചിങ്.